الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين آمنوا وهاجروا وجاهدوا في سبيل الله بأموالهم وأنفسهم أعظم درجة عند الله وأولئك هم الفائزون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവശക്തനായ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പുതിയ ഒരു ഹിജറ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നാം. 1446 ഇസ്ലാമികമായ ആഘോഷങ്ങൾക്കും സംസ്കാരങ്ങൾക്കുമെല്ലാം അധികവും അടിസ്ഥാനമായി ഗണിക്കുന്നത് ഈ പറഞ്ഞ ഹിജറ വർഷത്തെയും അതിലെ മാസങ്ങളെയുമാണ് എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ വർഷം ഹിജറയുടെ പശ്ചാത്തലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിന്റെയും ഹിജറ, ആ മാസത്തിൽ നിറഞ്ഞു നിൽക്കുന്ന മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും ബനൂ ഇസ്രായേലിയരുടെയും ചരിത്രം, ഇവയൊക്കെ നാം 3-4 ഖുതുബകളിലായി വളരെ വിശാലമായി നാം വിശദീകരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളിലേക്കൊന്നും വിശദീകരിക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ മാത്രം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ അവിസ്മരണീയമായ ഒരു അധ്യായമാണ് ഹിജറ എന്ന് പറയുന്നത്. സ്വന്തം നാടും വീടും സ്വന്തക്കാരെയും ബന്ധക്കാരെയും അതുപോലെ തൻ്റെ സമ്പത്തിനെയും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് തൻ്റെ സ്വന്തം പിറന്ന നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പലായനം ചെയ്യുക എന്നുള്ളത് ആ ചരിത്രം ആരെയും വേദനിപ്പിക്കുന്നതും കരളലിയിപ്പിക്കുന്നതുമായ കഥകളാണ്. അതിൻ്റെ ഓരോ ഭാഗങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വേർപാട് എന്ന് പറയുന്നത് തന്നെ അസഹനീയമായ ഒരു ദുഃഖമാണ് നമ്മിൽ ഉണ്ടാക്കാറുള്ളത്. 1-2 വർഷത്തേക്കോ അല്പകാലത്തേക്കോ വീട് വിട്ടുകൊണ്ട് നമ്മൾ മറ്റൊരിടത്തേക്ക്, പ്രവാസ ലോകത്തേക്കോ മറ്റ് സ്ഥലങ്ങളിലേക്കോ പോകുമ്പോൾ പോലും പരസ്പരം കണ്ണീരൊഴുക്കിക്കൊണ്ട് കരഞ്ഞുകൊണ്ടാണ് നാം യാത്ര പറയാറും യാത്ര അയക്കാറുമുള്ളത്. എന്നാൽ ഈ പോകുന്ന പോക്ക് എന്ന് പറയുന്നത് തിരിച്ചു വരാനുള്ളതാണ്. ഈ പറഞ്ഞ പോക്ക് തിരിച്ചു വരാനുള്ളതാണ്.
അങ്ങനെ നമ്മളുമായി വീണ്ടും ബന്ധപ്പെടുവാനുള്ളതാണ്. എന്നാൽ തിരിച്ചു വരും എന്ന യാതൊരു മോഹവുമില്ലാതെ ഞങ്ങൾ ചെല്ലുന്ന നാട്ടിൽ ഞങ്ങൾക്ക് ഏത് രൂപത്തിലുള്ള ഒരു സ്വീകരണമാണ് ലഭിക്കുക എന്നറിയാതെ, അവിടുത്തെ ജീവിതത്തിന്റെ അവസ്ഥകൾ എങ്ങനെയായിരിക്കും എന്നൊന്നും മനസ്സിലാക്കാൻ കഴിയാതെ നാട്ടിൽ നിന്ന് പോവുക എന്നുള്ളത് വളരെ വലിയ ഒരു വേർപാടിന്റെ അവസ്ഥയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും സ്വഹാബത്തിലും ഉണ്ടാക്കിയത് എന്നാണ് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോകുന്ന സമയത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്: വല്ലാഹി ഇന്നക ലഖൈറു അർളില്ലാ, അല്ലാഹുവാണ് സത്യം, ഈ മക്ക രാജ്യമേ നിന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭൂമിയിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള രാജ്യം, അതുപോലെ അല്ലാഹു ഇഷ്ടപ്പെടുന്ന രാജ്യവും, വഅഹബ്ബു അർളില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭൂമിയിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള രാജ്യവും ഇതാണ്. വലൗലാ അന്നി ഉഖ്രിജ്തു മിൻകി മാ ഖറജ്തു, ഈ ആളുകൾ എന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും ഈ നാട്ടിൽ നിന്ന് പുറത്തു പോകുമായിരുന്നില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോകുന്ന സമയത്ത് പറഞ്ഞത് നമുക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ പ്രവാചകന്റെ അനുചരന്മാരായ ആളുകൾ വെളിച്ചത്തിലല്ല, ആളുകളോട് യാത്ര പറഞ്ഞുകൊണ്ടല്ല മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നത്, യത്രിബിലേക്ക്. അന്ന് യത്രിബ് എന്നാണ് പേര്. പ്രവാചകൻ അവിടെ എത്തിയതിനു ശേഷമാണ് മദീനത്തുർ റസൂൽ എന്ന പേര് വരുന്നത്. ആ യത്രിബിലേക്ക് അവർ യാത്രയാവുന്നത് ആളുകളോട് പറഞ്ഞുകൊണ്ട്, അന്വേഷിച്ചുകൊണ്ട്, യാത്ര പറഞ്ഞുകൊണ്ടല്ല. അങ്ങനെ പറഞ്ഞാൽ അവരെ ബന്ധനസ്ഥരാക്കപ്പെടും, നാട്ടിൽ നിന്ന് പോകാൻ അവർക്ക് കഴിയുകയില്ല. അങ്ങനെ പാത്തും പതുങ്ങിയും ഒളിച്ചും ആളുകൾ കാണാതെയാണ് അവർ യാത്ര പോകുന്നത്. ആ യാത്രയിൽ ആദ്യമായി ഹിജ്റ പോയത് എന്ന് പറയുന്നത് അബൂ സലമ റളിയല്ലാഹു അൻഹു അവർകളാണ്. അബൂ സലമ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഹിജ്റ പോകാൻ ഒരുങ്ങുന്ന കരളലിയിക്കുന്ന ഒരു രംഗമുണ്ട്. അഥവാ അബൂ സലമയും ഭാര്യ ഉമ്മു സലമയും മകനായ സലമയും അവർ ആദ്യമായി ഹിജ്റ പോകാൻ, ആരും കാണാതെ ഹിജ്റ പോകാൻ ഒരുങ്ങുകയാണ്. അബൂ സലമ ഒരു ഒട്ടകത്തെ റെഡിയാക്കി ആ ഒട്ടകത്തിന്റെ മുകളിൽ ഭാര്യയായ ഉമ്മു സലമയെ കയറ്റിയിരുത്തി, മകനായ സലമയെയും കയറ്റിയിരുത്തി. അങ്ങനെ അദ്ദേഹവും കയറി അല്പം മുന്നോട്ട് നീങ്ങിയപ്പോഴതാ അവിടെ ഭാര്യയുടെ ഗോത്രക്കാരായിരുന്ന ബനൂ മഖ്സൂം ഗോത്രക്കാർ കടന്നു വരികയാണ്. അവരെ തടഞ്ഞു വെക്കുകയാണ്. നിനക്ക് വേണമെങ്കിൽ എവിടേക്കും പോകാം. ഈ ഉമ്മു സലമ എന്ന് പറയുന്ന ഉമ്മു സലമയുടെ യഥാർത്ഥ പേര് ഹിന്ദ് എന്നായിരുന്നു. ആ ഉമ്മു സലമയുടെ അവകാശം ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് അവളെ കൊണ്ടുപോകാൻ ഞങ്ങൾ അയക്കൂല. ഞങ്ങളെ ഗോത്രത്തിൽ പറന്നവകളാണ്. അതുകൊണ്ട് അവളെ സംരക്ഷിക്കേണ്ട കർത്തവ്യം ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾ വിട്ടുതരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റമായി. അവസാനം ആ ഉമ്മു സലമയെ അവർ ബന്ധനസ്ഥരാക്കുകയാണ്. അപ്പോഴേക്കും അബൂ സലമയുടെ ഗോത്രക്കാരായ ആളുകൾ, അഥവാ അബ്ദുൽ അസദ് ഗോത്രക്കാരും അവിടെ എത്തിയിട്ടുണ്ട്. അവർ തമ്മിൽ വാക്കേറ്റമായി. മകൾ ഉമ്മു സലമ നിങ്ങളുടെ ഗോത്രത്തിൽ പറഞ്ഞവരാണ്, പക്ഷേ അബൂ സലമക്കും ഉമ്മു സലമക്കും പിറന്നിട്ടുള്ള സലമ എന്ന കുട്ടി ഞങ്ങളുടെ ഗോത്രത്തിൽ വളരേണ്ടവരാണ്. അങ്ങനെ ആ കുട്ടിക്ക് വേണ്ടി പിടിവലിയായി. ആ കുട്ടിക്ക് വേണ്ടി അവർ അവകാശവാദങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരുന്നു. അവസാനം അബൂ സലമയുടെ ഗോത്രക്കാർ അവരെയും കൊണ്ടുപോയി. അപ്പോ മൂന്നാളും മൂന്ന് വഴിക്ക്. അബൂ സലമ ആ ദുഃഖമെല്ലാം കടിച്ചമർത്തിക്കൊണ്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി. ഉമ്മു സലമ ഈ തന്റെ ഗോത്രക്കാരുടെ തടങ്കലിലാണ്. മകനായ സലമയാകട്ടെ മറ്റുള്ളവരുടെ പിതാവിന്റെ ഗോത്രത്തിൽ അവിടെയും ജീവിച്ചു വരികയാണ്. പരസ്പരം കാണുന്നു പോലുമില്ല. ഉമ്മു സലമ വൈകുന്നേരങ്ങളിൽ അൽ അബുത്തഹ് എന്ന് പറയുന്ന സ്ഥലത്ത് പോയി അവിടെ യത്രിബിലേക്കുള്ള വഴിയിലേക്ക് ഒരുപാട് നേരം നോക്കിയിരുന്ന കരയും. തന്റെ ഭർത്താവിന്റെ അടുക്കലെത്താൻ എന്തുണ്ടൊരു വഴി, പ്രവാചകൻ പറഞ്ഞ ആ യത്രിബിൽ എത്തിച്ചേരാൻ എന്തുണ്ട് വഴി എന്ന് ആലോചിച്ചുകൊണ്ട് ഒരുപാട് നേരം നിന്നുകൊണ്ട് വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോരും. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ കടന്നുപോയി. ഒരു വർഷം കടന്നുപോയി.
അപ്പൊ ആ കൂട്ടത്തിലുള്ള ആ ഗോത്രത്തിൽപ്പെട്ട ചെറുപ്പക്കാരായ കുറെ ആളുകൾ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ആ സ്ത്രീയെ ഉമ്മു സലമയെ പിടിച്ചു വെക്കുന്നത്, തടങ്കലിലാക്കുന്നത്? പോവുകയാണെങ്കിൽ പൊയ്ക്കോട്ടെ എവിടേക്കെങ്കിലും. അത് കുട്ടിയെ കണ്ടിട്ടില്ല, ഭർത്താവിനെ കാണുന്നില്ല, പ്രബല ഗോത്രമാണ്. അങ്ങനെ ആ ഉമ്മു സലമയെ അവിടെ നിന്ന് മോചിപ്പിക്കുകയാണ്. ഉമ്മു സലമക്ക് അതുപോലെ തന്നെ കുട്ടിയെയും ലഭിച്ചു. യാത്ര പുറപ്പെടുകയാണ്. ആര് സംരക്ഷിക്കും? മക്കയുടെ വഴികളിലൂടെയാണ് പോകുന്നത്. കള്ളന്മാരുണ്ടാകും, കൊള്ളക്കാരുണ്ടാകും, ചുട്ടുപഴുത്ത മണലാണ്. ഇതൊന്നും ഉമ്മു സലമ എന്ന ആ മാതാവിന്റെ പ്രശ്നമല്ല. ഹിജ്റ പോവുകയാണ്. ഹിജ്റ പോയി ആ വഴിയിലൂടെ നടന്ന് മകനെയുമായി കൊണ്ട് നടക്കുകയാണ്. ആ വഴിയിലൂടെ നടന്നു പോകുമ്പോ വഴിക്ക് വെച്ചുകൊണ്ട് അയാളെ കണ്ടുമുട്ടുന്നു. ഉസ്മാൻ ഇബ്നു ത്വൽഹ എന്ന് പറയുന്ന വ്യക്തിയെ. ഉസ്മാൻ ഇബ്നു ത്വൽഹ മുശ്രിക്കുകളിൽപ്പെട്ട ആളാണ്, വിശ്വാസിയല്ല. പക്ഷെ അദ്ദേഹം ഒരു മാന്യനായിരുന്നു. അടുത്ത് വന്ന് നോക്കി, അദ്ദേഹത്തിന് ആളെ മനസ്സിലായപ്പോ ഉസ്മാൻ ഇബ്നു ത്വൽഹ ചോദിച്ചു, ഇലാ അയ്ന യാ ബിൻതി അബീ ഉമയ്യ, അബൂ ഉമയ്യയുടെ മോളെ നീ എവിടേക്കാ പോണത്? അബൂ ഉമയ്യയുടെ മോളെ നീ എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിച്ചപ്പോ ഉമ്മു സലമ പറഞ്ഞു, ഉരീദു സൗജി ഫിൽ മദീന, മദീനയിൽ എന്റെ ഭർത്താവുണ്ട്, ഞാൻ അവിടേക്കാണ് പോകുന്നത്, ഹിജ്റ പോവുകയാണ്. അയാൾ ചോദിച്ചു, വമാ മഅകി അഹദുൻ, നിന്റെ കൂടെ ആരുമില്ലേ? ഇങ്ങനെ ഒറ്റക്ക് പോരാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? നീ അവിടെ എത്തുമെന്ന് നിനക്ക് എന്താണ് തീർച്ച? അങ്ങനെയുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷമല്ലേ ഇവിടെയുള്ളത്? എന്താണ് നിനക്ക് ഇങ്ങനെ പോരാനുള്ള ധൈര്യം? അപ്പോ ആ മഹദി പറഞ്ഞ മറുപടി, ലാ വല്ലാഹി ഇല്ലല്ലാഹ് വബുനയ്യ ഹാദാ, എന്റെ കൂടെ ആരുമില്ല, ഇല്ലല്ലാഹ്, അല്ലാഹൊഴികെ എന്റെ കൂടെ ആരുമില്ല, വബുനയ്യ ഹാദാ, എന്റെ കൂടെയുള്ള ഈ പൈതലുമല്ലാതെ ഒരാളും എന്റെ കൂടെ ഇല്ല. നിങ്ങൾ ആ സ്ത്രീയുടെ ആദർശം നോക്കൂ, ആ സ്ത്രീയുടെ സംസാരം നോക്കൂ. നിങ്ങൾ തന്റെ ആദർശത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി അള്ളാഹുവിൽ മാത്രം തവക്കുലാക്കിക്കൊണ്ട് പുറപ്പെടുകയാണ്. അള്ളാഹുവിൽ തവക്കുലാക്കിയാൽ അള്ളാഹു ഏതെങ്കിലും ഒരു വഴി അവന് കാണിച്ചു കൊടുക്കും എന്ന വിശുദ്ധ ഖുർആനിന്റെ ആ പ്രഖ്യാപനം മനസ്സിലാക്കിയിട്ടുള്ള ഉമ്മു സലമ ബീവി ആ ഉസ്മാൻ ഇബ്നു ത്വൽഹയോട് അങ്ങനെ മറുപടി പറഞ്ഞപ്പോ ഉസ്മാൻ ഇബ്നു ത്വൽഹ പറഞ്ഞു, ഖാല വല്ലാഹി മാ ലകി ബിമുത്രക്കിൻ, എന്നാൽ എന്നെ ഞാൻ ഇങ്ങനെ വെറുതെ ഉപേക്ഷിക്കൂല, ഇങ്ങനെ ഒറ്റക്ക് പോകാൻ ഞാൻ ഉപേക്ഷിക്കൂല, ഞാൻ അവിടെ കൊണ്ടാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്മാൻ ഇബ്നു ത്വൽഹ എന്ന മുസ്ലിം അല്ലാത്ത ആ വ്യക്തി ഉമ്മു സലമ ബീവി റളിയല്ലാഹു തആല അൻഹയെ ആ യസ്രിബിന്റെ അടുത്ത് വരെ, ഖുബ വരെ എത്തിച്ചിട്ട് പറഞ്ഞു, അതാ അവിടെയാണ് എന്റെ ഭർത്താവ് ഉണ്ടാവുക, അവിടെയാണ് എന്റെ ഭർത്താവ് ഉണ്ടാവുക, അങ്ങോട്ട് പോയിക്കോ. അവിടെ ഞാനാണ്, അവിടെ എത്തിച്ചിട്ട് ഞാനാണിതാ എന്റെ ഭാര്യയെ സുരക്ഷിതനായി ഇവിടെ കൊണ്ടുവന്നിട്ടോ, ഒരു കുഴപ്പവും പറ്റാതെ ഇവിടെ എത്തിച്ചത് ഞാനാണ് എന്നൊന്നും പറഞ്ഞ് പേരെടുക്കാൻ അയാൾ തയ്യാറായില്ല. പിന്നീട് ഉമ്മു സലമ ബീവി റളിയല്ലാഹു തആല അൻഹ ആ പെരുമാറ്റത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഖാലത്ത് ഫവല്ലാഹി മാ സഹിബതു റജുലൻ മിനൽ അറബി മാ അക്രമ മിൻഹു, ഇദ്ദേഹത്തെക്കാൾ മാന്യനായ ഒരു വ്യക്തിയെ അറബികളുടെ കൂട്ടത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് ഈ ഉസ്മാൻ ഇബ്നു ത്വൽഹയെ കുറിച്ച് പറയുകയാണ്. ഇടക്കൊക്കെ യാത്രയിൽ ഇറങ്ങേണ്ടി വരുന്ന സമയത്ത് ഒട്ടകത്തെ മുട്ടുകുത്തിച്ചുകൊണ്ട് ഉസ്മാൻ ഇബ്നു ത്വൽഹ ചെരിഞ്ഞു നിൽക്കും, മാറി നിൽക്കും. എന്നിട്ട് ചെരിഞ്ഞ് നിന്നിട്ട് ഇറങ്ങിയതിന് ശേഷമാണ് അങ്ങോട്ട് തിരിയുക. കാരണം ഇറങ്ങുന്ന സമയത്ത് അവരുടെ അവയവങ്ങൾ കാണാം, ഒരുപക്ഷെ നഗ്നത കാണാം, അതൊന്നും കാണാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ തിരിഞ്ഞു നിൽക്കും. എന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് അങ്ങോട്ട് നോക്കുക. കയറുന്ന സമയത്തും അങ്ങനെ തന്നെ. ഇടയ്ക്ക് വിശ്രമിക്കുമ്പോ ഒട്ടകത്തെ ഇറക്കി എവിടെയെങ്കിലും ഉമ്മു സലമയെയും ഈ കുട്ടിയെയും ആക്കി ഒട്ടകരെ ദൂരെ മാറി നിന്ന് ഏതെങ്കിലും ഒരു തണലിൽ അങ്ങോട്ട് തിരിഞ്ഞുകൊണ്ടാണ് ഉസ്മാൻ ഇബ്നു ത്വൽഹ വിശ്രമിക്കുക. ഒരു മുശ്രിക്കായ ഒരു മനുഷ്യൻ പോലും, അവിശ്വാസിയായ ഒരു മനുഷ്യൻ പോലും ഒരു മാന്യത പുലർത്തിക്കൊണ്ട് ജീവിക്കുന്ന ആളുകൾ അക്കാലത്തും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അതൊരു വേറൊരു ചരിത്രമാണ്. ഞാൻ പറഞ്ഞത് ഉമ്മു സലമ ബീവി റളിയല്ലാഹു തആല അൻഹയും അബൂ സലമയും അവിടെ നിന്ന് ഹിജ്റ പോയിട്ടുള്ള ആദ്യത്തെ ഹിജ്റ എന്ന് പറയുന്ന വളരെ പ്രയാസമുണ്ടാക്കുന്ന നാം ഇത് പറയുമ്പോൾ ആലോചിക്കേണ്ടത്, അള്ളാന്റെ ദീനിന് വേണ്ടി എനിക്ക് എന്താ ത്യജിക്കേണ്ടി വന്നത്? ആ ആദർശം നിലനിർത്തിക്കൊണ്ട് പോകാൻ എന്താണ് എനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നത്? എന്ത് ത്യാഗമാണ് എനിക്ക് സഹിക്കാൻ കഴിയേണ്ടി വന്നിട്ടുള്ളത് എന്നാണ്.
അതുപോലെ തന്നെ ശുഐബ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം മക്കക്കാരനായിരുന്നില്ല, പിന്നീട് അദ്ദേഹം മക്കയിലെത്തിയതാണ്, അവിടെ താമസിച്ചു, കച്ചവടക്കാരനാണ്, അവിടെ വന്നതിന് ശേഷം ഒരുപാട് സമ്പന്നനായി. അങ്ങനെ അദ്ദേഹം വിശ്വസിച്ച് ഹിജറ പോവുകയാണ്. ഹിജറ പോകുന്ന സമയത്ത് അവർ തടഞ്ഞു വെച്ചിട്ട് പറഞ്ഞു, നിനക്ക് നീ ഇവിടെ വന്നതിന് ശേഷമാണ് തടിച്ചത്, ഇവിടെ വന്നതിന് ശേഷമാണ് നീ കൊഴുത്തത്, ഇവിടെ വന്നതിന് ശേഷമാണ് നീ സമ്പന്നനായത്, നിന്റെ ആ സമ്പത്തൊന്നുമായിട്ട് പോകാൻ ഞങ്ങൾ അയക്കൂല. ഈ സമ്പത്തൊക്കെ കൊണ്ടുപോയി ഞങ്ങളിൽ നിന്ന് സമ്പത്തുണ്ടാക്കി അത് കൊണ്ടുപോകാൻ ഞങ്ങൾ അയക്കൂല എന്ന് പറഞ്ഞപ്പോ ഇദ്ദേഹം ചോദിച്ചു, അപ്പൊ നിങ്ങൾക്ക് എന്താ പ്രശ്നം? എന്റെ ഇവിടെ നിന്ന് ഞാൻ കച്ചവടം ചെയ്തുണ്ടാക്കിയിട്ടുള്ള ഈ സമ്പത്താണോ നിങ്ങൾക്ക് പ്രശ്നം? അത് തന്നെയാണ് പ്രശ്നം. അത് തന്നാൽ എന്നെ പോകാൻ അനുവദിക്കുമോ? തീർച്ചയായും പോകാൻ അനുവദിക്കും. അദ്ദേഹത്തിന്റെ അടുക്കലുള്ള സമ്പത്തുക്കൾ മുഴുവനും അവർക്ക് നൽകി. തന്റെ ഖനികളായി ചില സ്ഥലങ്ങളിൽ, അന്നൊക്കെ അങ്ങനെയാണ്, ബാങ്കുകളില്ല, മറ്റു നിക്ഷേപ സംരംഭങ്ങളില്ല, എവിടെയെങ്കിലും കുഴിച്ചിടുകയാണ് ചെയ്യുക. ഇന്ന സ്ഥലങ്ങളിൽ ഞാൻ സമ്പത്തുക്കൾ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന വിവരവും അവർക്ക് നൽകി. അതിനുശേഷം പോകാൻ അനുവദിച്ചു. ഇങ്ങനെ പല രൂപങ്ങളിലായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്താൻ വേണ്ടി ത്യാഗപൂർണമായ രൂപത്തിൽ അവർ ഹിജ്റ പോവുകയാണ്. നോക്കൂ നിങ്ങൾ, മാധുര്യമുള്ള ജീവിതത്തിന് വേണ്ടി, ആദർശത്തിന് വേണ്ടി, ഇസ്ലാമികമായ ഒരു ജീവിതത്തിന് വേണ്ടി മാധുര്യമേറിയിട്ടുള്ള പലതും ഉപേക്ഷിക്കുകയും കൈപ്പേറിയ പലതും അനുഭവിക്കുകയും ചെയ്യേണ്ടതായി വരും. അങ്ങനെ അനുഭവിച്ചെങ്കിലേ ആ രൂപത്തിലുള്ള ജീവിത രീതിയിലൂടെ മുന്നോട്ട് പോകാൻ അവസരങ്ങൾ ഉണ്ടാകുമ്പോഴേ കാച്ചിക്കൂറ്റി മാറ്റിയ പൊന്ന് പോലെ, ആ രൂപത്തിൽ തിളങ്ങുന്ന 916 പോലെ തിളങ്ങുന്ന വ്യക്തിത്വങ്ങളായി, ഇസ്ലാമിക വ്യക്തിത്വങ്ങളായി മാറാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അങ്ങനെ അവർ യാത്ര പോകുന്ന ആ സമയങ്ങളിൽ തിരിഞ്ഞു നോക്കുകയാണ് എങ്കിൽ അവരെ മാടി പിടിക്കുന്ന പലതുമുണ്ട്. തിരിഞ്ഞു നോക്കിയാൽ അവിടെ വിശാലമായ ഈത്തപ്പന തോപ്പുകൾ അവിടെയുണ്ട്, അവിടെ സമ്പാദ്യങ്ങൾ അവിടെയുണ്ട്. അതൊന്നും തിരിഞ്ഞു നോക്കാതെ അവർ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവുകയാണ്. അവർ പഠിച്ച ചരിത്രം പ്രവാചകൻ പഠിപ്പിച്ച ചരിത്രമാണ്. അതുപോലെ പ്രവാചകന്മാർ അവർക്ക് മുൻഗാമികളായ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് സ്വർഗം ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ ആ സ്വർഗം ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുള്ള ആ സംഭവം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ആദർശത്തിന്റെ പേരിൽ ഭാര്യയെയും മകനെയും ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ ജലപ്രളയത്തിനിടക്ക് മോനെ, നീ കപ്പലിലേക്ക് കയറിക്കോ, ഇന്ന് തന്നെ മറ്റാരും രക്ഷിക്കുന്നവരുണ്ടാവുകയില്ല എന്ന് പറഞ്ഞ ആ കഥയും സന്ദർഭവും നമുക്കറിയാം. ഇബ്രാഹിം അലൈഹിസ്സലാമക്ക് സ്വന്തം നാടിനെയും പിതാവിനെയും ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട്. ഖാല സലാമുൻ അലൈക സഅസ്തഗ്ഫിറു ലക റബ്ബി ഇന്നഹു കാന ബി ഹഫിയ്യ. വാപ്പാ, ഞാൻ പോവാണ്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കുന്നതാണ് എന്ന് പറഞ്ഞ് വീട് വിട്ടിറങ്ങുന്ന ആ രംഗങ്ങൾ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമക്ക് സ്വന്തം സഹോദരങ്ങളാൽ സ്വന്തം നാട് ഉപേക്ഷിച്ച് പോകേണ്ടി വന്നിട്ടുണ്ട്. മാതാപിതാക്കൾക്ക് വിഷമമുണ്ടാകുന്ന രൂപത്തിൽ അവർ കരഞ്ഞ് കണ്ണിന്റെ കൃഷ്ണമണി പോലും കലങ്ങിപ്പോയ അവസ്ഥ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് അവസ്ഥകളിലൂടെയാണ് ആ ജീവിതത്തിന്റെ, ഇസ്ലാമിക ജീവിതത്തെ പലപ്പോഴും പാകപ്പെടുത്തിയെടുത്തിട്ടുള്ളത് പ്രവാചകന്മാരും പ്രവാചകന്മാരുടെ അനുയായികളും. അതുകൊണ്ട് ഈ ഹിജ്റ നമ്മോട് പറയുന്നത് ഇസ്ലാമിക ജീവിതത്തിൽ ത്യാഗ പരിശ്രമങ്ങൾ വളരെ അത്യാവശ്യമാണ് എന്നാണ്. പടച്ചവന് വേണ്ടി പലതും നിങ്ങൾ കണ്ടില്ലെന്ന് നടിക്കേണ്ടി വരും. പടച്ചവന് വേണ്ടി പല ത്യാഗങ്ങളും നിങ്ങൾ മാറോട് ചേർക്കേണ്ടി വരും. ഇതെല്ലാം സഹിച്ചും ത്യജിച്ചുമായിരിക്കണം നിങ്ങൾ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. വിശുദ്ധ ഖുർആൻ ആ ഹിജ്റ പോയ ആളുകളെ കുറിച്ച് പറഞ്ഞത് സൂറത്തു തൗബയിൽ ഞാൻ ഓതി വെച്ച ആയത്തിൽ അല്ലദീന ആമനു വഹാജറു വജാഹദു ഫീ സബീലില്ലാഹി ബിഅംവാലിഹിം, വിശ്വസിക്കുകയും ഹിജ്റ പോവുകയും അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ധർമ്മസമരത്തിൽ ഏർപ്പെടുകയും തങ്ങളുടെ സമ്പത്തുക്കൾ കൊണ്ടും ധർമ്മസമരം നടത്തുകയും ചെയ്ത ആളുകൾ, അവർക്ക് അല്ലാഹുവിന്റെ അടുക്കൽ ഉന്നതമായ പദവിയാണ് അവർക്കുണ്ടാവുക. അവർ തന്നെയാകുന്നു വിജയികൾ എന്നാണ്. അതുകൊണ്ട് ഈ പ്രവാചകന്റെ ഹിജ്റയും സഹാബത്തിന്റെ അതിലുള്ള ഒരുപാട് ചരിത്രങ്ങളും നാം
പലപ്പോഴായി കേൾക്കുകയും പഠിക്കുകയും ചെയ്യുക. അതിൽ നിന്ന് ഈമാൻ ഉൾക്കൊള്ളുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. എന്നാൽ ഈ ഒരു പവിത്രതയെ ആലോചിച്ചുകൊണ്ട് ഈ ഹിജ്റ വർഷത്തിന്റെ ഒന്നാമത്തെ മാസമായി മുഹറം നിശ്ചയിക്കുകയും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലം തൊട്ട് ഇങ്ങോട്ട് അങ്ങനെ കാല ഗണന കണക്കാക്കുകയും ചെയ്തുകൊണ്ട് പോരുന്ന ഈ മാസത്തിൽ മുസ്ലിങ്ങളായ ആളുകൾക്കിടയിൽ ഈ പവിത്രതയൊന്നുമല്ല ചർച്ച. ഇതൊന്നുമല്ല അവർക്കിടെ ചർച്ച. അന്ന് പ്രവാചകന്റെ ഹിജ്റ അത് ഏറ്റവും പ്രസിദ്ധമായതാണ്. സ്വഹാബത്തിന്റെ ഹിജ്റ അത് വളരെ പ്രയാസം തിങ്ങുന്ന ചരിത്രങ്ങളായി കിടക്കുന്നതാണ്. ഇതൊന്നും അല്ല പ്രശ്നം. മുസ്ലിം സമൂഹത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് എങ്കിൽ അവർ ഈ മുഹറം മാസം കടന്നു വരുമ്പോഴേക്കും പലർക്കും ബേജാറാണ്. കാരണം ആ 10 ദിവസം മുഹറം 10 കഴിയാതെ ഒരു നല്ല കാര്യം ചെയ്യാൻ പറ്റൂല. ഒരു വീടിന് ഒരു കുറ്റി നടക്കാൻ കഴിയില്ല, ഒരു കച്ചവടം തുടങ്ങാൻ കഴിയില്ല, ഒരു കല്യാണം നടത്താൻ കഴിയില്ല, ഒരു നല്ല കാര്യം കഴിയില്ല. കാരണം എന്താ? അന്ന് നഹ്സാണ് എന്ന നഹ്സിന്റെ ദിവസമാണ് മുഹറം. ചില കലണ്ടറുകൾ നമുക്ക് കാണാം, മുഹറം മാസത്തിൽ മാത്രമല്ല മറ്റു മാസങ്ങളിലും നഹ്സിന്റെ ദിവസങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ആ രൂപത്തിലുള്ള കലണ്ടറുകൾ വരെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഈ പവിത്രമായ ഈ മാസത്തെക്കുറിച്ച് അള്ളാഹ് പറഞ്ഞത് എന്താ? ശഹ്റുല്ലാഹിൽ മുഹറം. ഈ 12 മാസങ്ങൾ ഹിജ്റ മാസങ്ങളുടെ കൂട്ടത്തിൽ മുഹറമിനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞിട്ടുള്ള ശഹ്റുല്ലാഹിൽ മുഹറം, അള്ളാന്റെ മാസമായ മുഹറം എന്ന അത്രയും പവിത്രതയേറിയിട്ടുള്ള ഈ മാസത്തിൽ നമ്മൾ അതിനെ ദുശ്ശകുനമായി കൊണ്ട് കണക്കാക്കുകയും പല കാര്യങ്ങളും ചെയ്യാൻ പാടില്ല എന്ന രൂപത്തിൽ അതിനെ കാണുകയുമാണ് ചെയ്യുന്നത്. അത് ലോകവ്യാപകമായി തന്നെ മറ്റു രൂപത്തിലും നടന്നുകൊണ്ടിരിക്കുന്നു. അഥവാ ഷിയായിസത്തിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായി അവര് കേന്ദ്ര ഗവൺമെന്റ് അന്ന് പൊതു ഒഴിവ് പ്രഖ്യാപിച്ചിട്ട് മുഹറം 10 പൊതു ഒഴിവാണ്. എന്തിനാണ്? അത് ഷിയാക്കളുമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഫലമായിക്കൊണ്ടാണ്. അഥവാ ഹിജ്റ 61 കർബലയിൽ വെച്ചുകൊണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടിട്ടുള്ള ദിവസമാണത്. അതുകൊണ്ട് അന്ന് അവർ മാറുകേറുകയും രക്തമൊലിപ്പിക്കുകയും ജാഥ നടക്കുകയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന അതാണ് മുഹറമിന്റെ ചരിത്രം എന്നതാണ് സർക്കാർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ പല ആളുകളും മനസ്സിലാക്കി വെച്ചിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ആ രൂപത്തിൽ ഷിയായിസത്തിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായിക്കൊണ്ടാണ്, അവരുടെ പ്രചാരണങ്ങളുടെ ഫലമായിക്കൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു നഹ്സിന്റെ ചിന്തകൾ സമൂഹത്തിലേക്ക് കടന്നു വന്നത്. ആ ഷിയായിസത്തിന്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് നമുക്കിടയിലുള്ള ഖബർ മൂടലും ഖബർ മുത്തലും ഖബറിന്റെ അടുക്കലുള്ള ആഘോഷങ്ങളും ഖബറുമായി ബന്ധപ്പെട്ട നേർച്ചപ്പൂരങ്ങളും എല്ലാം കടന്നു വന്നതും ഈ പറഞ്ഞ ഷിയായിസത്തിന്റെ ഭാഗമായി കൊണ്ടാണ്. അവർ പറഞ്ഞിരുന്ന കാര്യം പണ്ട് കാലത്ത് നമ്മുടെ ആളുകൾക്കിടയിൽ തന്നെ പാടി നടന്നിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ലീ ഖംസത്തുൻ ഉദ്ഫി ബിഹാ ഹർറൽ വബാഇൽ ഹാത്തിമ അൽ മുസ്തഫ വൽ മുർത്തള വബ്നാഹുമാ വ ഫാത്തിമ. ഞങ്ങൾക്ക് 5 ആളുകളുണ്ട്. ഉദ്ഫി ബിഹാ ഹർറൽ വബാഇൽ ഹാത്തിമ. എത്ര വലിയ മാരകമായ രോഗമാണെങ്കിലും ആ 5 ആളുകളെ വിളിച്ചുകൊണ്ട് ആ രോഗം ഞങ്ങൾ സുഖപ്പെടുത്തും. ആരൊക്കെയാണത്? അൽ മുസ്തഫ, ഒന്ന് പ്രവാചകനാണ്. വൽ മുർത്തള, മറ്റൊന്ന് അലി റളിയല്ലാഹു അൻഹുവാണ്. വബ്നാഹുമാ വ ഫാത്തിമ, ആ അലിയുടെ 2 മക്കളും ഫാത്തിമ ബിബിയുമാണ്. അഥവാ ഷിയായിസത്തിന്റെ തലപ്പത്ത് നിൽക്കുന്ന ആളുകളാണ്. അവർ പറഞ്ഞിട്ടുള്ള, അവർ പ്രചരിപ്പിക്കുന്ന ഈ ആളുകളിലൂടെ ഞങ്ങൾ ആ രോഗങ്ങളെ ഇല്ലായ്മ ചെയ്യും എന്നാണ്. അത് നമ്മുടെ നാട്ടിലുള്ള സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ എന്ന് പറയുന്നവരായിരുന്നു പണ്ട് പാടി നടന്നിരുന്നത്. ഇന്നും ആ വിശ്വാസത്തിന്റെ അലയൊലികൾ അവർക്കിടയിലുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള പേരുകൾ പോലും ഈ പറഞ്ഞ ഷിയായിസത്തിന്റെ ഭാഗമായി മുസ്ലിം സമൂഹത്തിനിടയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഉദാഹരണമായി കൊണ്ട് ഷാക്കിർ ഹുസൈൻ എന്ന് പറയുന്ന പേര്. ഷാക്കിർ ഹുസൈൻ എന്ന് പറയുമ്പോ ഹുസൈനോട് നന്ദിയുള്ളവൻ എന്നാണ്. ഹുസൈനോട് നന്ദിയുള്ളവൻ എന്ന് പറയുമ്പോ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ, ആ ഹുസൈനാണ് അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ഗുലാം നബി എന്ന് പറയുന്നത്, ഗുലാം എന്ന് പറഞ്ഞാൽ ഉറുദുവിൽ അടിമ എന്നാണ് അർത്ഥം. ഗുലാം അലി എന്ന് പറയുമ്പോ അലിയുടെ അടിമ എന്നാണ് പേര്. ഗുലാം അലി എന്ന പേര് അലിയുടെ അടിമ എന്നാണ് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ള ആളുകളിൽ ചിലർക്ക് അബ്ദുൽ ഉസ്സ, അബ്ദുൽ കഅബ
കഅബയുടെ അടിമ, ഉസ്സയുടെ അടിമ എന്നൊക്കെ പേരുണ്ടായിരുന്നു. ആ പേരുകളൊക്കെ പ്രവാചകൻ മാറ്റി അള്ളാന്റെ അടിമ എന്നേ പറയാൻ പാടുള്ളൂ. ഇതൊക്കെ എങ്ങനെ വന്നതാ? ഷിയായിസത്തിന്റെ സ്വാധീനം കൊണ്ട് നമ്മുടെ നാട്ടിലേക്കുണ്ടായി തീർന്നതാണ്. അതുപോലെ അലി അക്ബർ, അലി അക്ബർ നമുക്കിടയിലുള്ള പേരാണ്. അലി അക്ബർ എന്ന് പറഞ്ഞാൽ നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറയാറുണ്ട്. അള്ളയാണ് ഏറ്റവും വലിയവൻ. അപ്പൊ അലി അക്ബർ എന്ന് പറഞ്ഞാൽ എന്താ? അലിയാണ് ഏറ്റവും വലിയവൻ. അലി ഏറ്റവും ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന രൂപത്തിലുള്ള അത്തരത്തിലുള്ള ഒരു പേരായിട്ടാണ് ഇത് വരിക. അല്ലാഹു അക്ബർ എന്ന് പറയുന്ന സ്ഥാനത്ത് അലി അക്ബർ എന്ന് പറഞ്ഞാൽ അലിയാണ് ഏറ്റവും വലിയത്. ആരുടെ വിശ്വാസമാണ്? ഷിയാ വിശ്വാസമാണ്. അതുപോലെ തന്നെ സ്ത്രീകൾക്കിടയിൽ നിലവിലുള്ള ഫാത്തിമ, ഫിദ ഫാത്തിമ എന്ന് പറയുന്ന ഫിദ ഫാത്തിമ വ്യാപകമായി കുട്ടികൾക്കിടയിലുള്ള പേരാണ്. ഫാത്തിമക്ക് സമർപ്പിച്ചവൾ. ഫാത്തിമ ഈ ഷിയാ വിശ്വാസത്തിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഫാത്തിമ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഫിദ ഫാത്തിമ എന്ന് പറയുന്നു. അപ്പോ ഷിയാ വിശ്വാസത്തിന്റെ ആ ഭാഗമായി കൊണ്ട് കടന്നു വന്ന പല സ്വാധീനങ്ങളിൽപ്പെട്ടതാണ് നമ്മൾ പറഞ്ഞ ഈ നഹ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഖബർ പൂജകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പല പേരുകളിലും കടന്നു വന്നിട്ടുള്ള അത്തരത്തിലുള്ള സ്വാധീനങ്ങൾ, ഇങ്ങനെയെല്ലാമുള്ള അന്ധവിശ്വാസങ്ങൾ ഈ സമൂഹത്തിൽ ഈ മാസങ്ങളിൽ പ്രചരിപ്പിക്കുകയും അത് വിശ്വസിക്കുകയും ആ രൂപത്തിൽ നീങ്ങുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഏതെങ്കിലും കാലത്തിന് ഏതെങ്കിലും രൂപത്തിലുള്ള ദോഷം നിശ്ചയിച്ചിട്ടുണ്ടോ? ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, നഈബു സമാനിന വൽ ഐബു ഫീനാ വമാ ലി സമാനിന ഐബുൻ സിവാന. നഈബു സമാനിന, നമ്മൾ കാലങ്ങൾക്ക് ദോഷം പറയുന്നു, കാലങ്ങൾക്ക് നഹ്സുണ്ട് എന്ന് പറയുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ വൽ ഐബു ഫീന, നമ്മൾക്കാണ് ദോഷമുള്ളത്, നമ്മളിലാണ് ദോഷമുള്ളത്, നമ്മളാണ് കുഴപ്പമുണ്ടാക്കുന്നത്, അല്ലാതെ കാലമല്ല. വമാലി സമാനിന ഐബുൻ സിവാന, നമ്മളിവിടെ കുഴപ്പമുണ്ടാക്കുന്നു എന്നതല്ലാതെ കാലത്തിന്റെ ഒരു കുഴപ്പമില്ല, മാസത്തിന്റെ ഒരു കുഴപ്പമില്ല, ദിവസത്തിന്റെ ഒരു കുഴപ്പമില്ല, നമ്മളാണ് കുഴപ്പം. അതുകൊണ്ട് നമ്മളാണ് ശരിയാവേണ്ടത് എന്ന് ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് ഹിജ്റയുടെ ശരിയായ ചരിത്രം നമ്മൾ മനസ്സിലാക്കുക. ആ ചരിത്രത്തിൽ സ്വഹാബത്തും പ്രവാചകനും അനുഭവിച്ചിട്ടുള്ള ത്യാഗങ്ങളെ കുറിച്ച് അറിയുക, അവരുടെ വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ഇതെല്ലാം അറിയുക. അങ്ങനെ ഇസ്ലാമിക ജീവിതം ഞാനൊരു മുസ്ലിമായിക്കൊണ്ട് ജീവിക്കുമ്പോ ത്യാഗപൂർണമായ ഒരു ജീവിതം ഞാൻ നയിക്കേണ്ടതുണ്ട് എന്ന ആ ധാരണയിലേക്ക്, ഉറപ്പിലേക്ക് നമ്മൾ എത്തിച്ചേരുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചരിത്രം കൃത്യമായി, വിശാലമായ ചരിത്രം മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ ദീനിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ആദർശത്തിന് വേണ്ടി നിലകൊള്ളുകയും ഒരിക്കലും എവിടെയും ആദർശത്തെ വിട്ടുവീഴ്ച ചെയ്യാത്ത ഒരു ജീവിതം നയിക്കുകയും ചെയ്യാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വലാത്തൻ തദൂമി ഇലാ യൗമിൽ ഹിസാബ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്ത്, ഊസിക്കും ബിഇബാദില്ലാഹി വ നഫ്സി താലിബി തഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികൾ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളെയും ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. ഈ ഹിജ്റ വർഷത്തിലെ ആദ്യത്തെ മാസമായ മുഹറം, ആ മുഹറം 9-10 ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കുവാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിട്ടുണ്ട്. സുന്നത്തായ നോമ്പാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔനിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ള, അദ്ദേഹവും അദ്ദേഹത്തിന്റെ ജനതയും ഫിർഔനിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ള ദിവസമാണത്. അതുകൊണ്ടാണ് ആ ദിവസം നോമ്പനുഷ്ഠിക്കുവാൻ വേണ്ടി പ്രവാചകൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. പ്രവാചകൻ മുഹറം 10 നോമ്പാണ് അനുഷ്ഠിച്ചിട്ടുള്ളത്. 9 സ്വഹാബത്ത് ഈ കാര്യം പറഞ്ഞപ്പോ, എന്നാൽ അടുത്ത വർഷം ഞാൻ 9 കൂടി നോൽക്കും എന്ന് പറഞ്ഞ പ്രവാചകന്റെ വാക്കുകളുള്ളത് 9ഉം സുന്നത്തു തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. ആ നോമ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് റമളാനിലെ നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നത് വരെ ഈ ഒരു നോമ്പിനെ അവർ നിർബന്ധപൂർവ്വം തന്നെ നോറ്റിയിരുന്നു. അത്രക്ക് പ്രാധാന്യമുള്ള നോമ്പാണ്. അത് നിർബന്ധമാക്കിയതിനു ശേഷം ഒരു സുന്നത്ത് എന്ന പരിഗണനയിൽ പ്രതിഫലം ആഗ്രഹിക്കുന്നവർക്ക് നോൽക്കാം എന്ന രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിഷയത്തിൽ ഇളവ് നൽകി എന്നാണ്.
സിയാമി യൗമി ആശുറ അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനത അല്ലതി ഖബ്ലഹു. കഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ദിവസത്തെ നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോ അതിന്റെ പ്രതിഫലമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ നോമ്പ് നോൽക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. മറ്റൊന്ന്, ഒരു സംശയ നിവാരണമാണ്. ഒരു സഹോദരി ചോദിച്ച ഒരു ചോദ്യമാണ്, ഇശ്റാഖ് നമസ്കാരം എന്ന് പറയുന്ന ഒരു നമസ്കാരമുണ്ടോ? അതുപോലെ തന്നെ ആ നമസ്കാരം നമസ്കരിച്ചാൽ ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലമുണ്ട് എന്ന് പറയുന്നത് ശരിയാണോ എന്നതാണ് ആ സഹോദരി ചോദിച്ചിട്ടുള്ള ചോദ്യം. ഇശ്റാഖ് നമസ്കാരം എന്ന പ്രത്യേകം ഒരു നമസ്കാരമില്ല. ഇശ്റാഖ് നമസ്കാരം എന്ന് പറയുന്നത് ളുഹാ നമസ്കാരത്തിന്റെ മറ്റൊരു പേരാണ്. സ്വലാത്തുൽ അവ്വാബീൻ എന്നും ആ നമസ്കാരത്തെ കുറിച്ച് പറയാറുണ്ട്. സൂര്യൻ ഉദിച്ചതിന് ശേഷം ഒരു കുന്തത്തോളമായതിനു ശേഷം ളുഹറിന്റെ അല്പസമയം മുമ്പ് വരെ 2 റക്അത്ത് മുതൽ 8 റക്അത്ത് വരെ നമസ്കരിക്കുന്ന നമസ്കാരമാണ് ഈ നമസ്കാരം. അഥവാ ളുഹ എന്ന പേരിലും ഇശ്റാഖ് എന്ന പേരിലും അവ്വാബീൻ എന്ന പേരിലും അറിയപ്പെടുന്ന ഈ നമസ്കാരം ഒരേ നമസ്കാരം തന്നെയാണ് എന്നാണ് പ്രബലന്മാരായ ആളുകളൊക്കെയും പറഞ്ഞിട്ടുള്ളത്. ഇമാം റംലി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ഫത്താവ റംലി എന്ന് പറയുന്നത് ഷാഫി മദ്ഹബിൽ ഓരോ വിഷയത്തിനും ഫത്വ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രസിദ്ധമായ ഗ്രന്ഥമാണ് കിതാബ് ഫത്താവ റംലി എന്ന് പറയുന്ന ഗ്രന്ഥം. അതിൽ ഇമാം റംലി പറയുന്നത് അൽ മുഅ്തമദു അന്ന സ്വലാത്തുൽ ഇശ്റാഖി ഹിയ സ്വലാത്തുൽ ദുഹാ, ഈ സ്വലാത്തുൽ ഇശ്റാഖ് തന്നെയാണ് സ്വലാത്തുൽ ദുഹാ എന്ന് പറയുന്നത് എന്നാണ്. ഇബ്നു ബാസ് റഹിമഹുള്ള തന്റെ മജ്മൂഉ ഫത്താവ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് സ്വലാത്തുൽ ഇശ്റാഖി ഹിയ സ്വലാത്തുൽ ദുഹാ, ഇശ്റാഖ് ദുഹാ നമസ്കാരം തന്നെയാകുന്നു ഇശ്റാഖ് നമസ്കാരം എന്ന് പറയുന്നത് എന്നാണ്. അഥവാ ഇശ്റാഖ് നമസ്കാരം എന്ന് പറയുന്ന ഒരു പ്രത്യേക നമസ്കാരം ഇല്ല എന്നാണ് പ്രബലമായ അഭിപ്രായം. അത് ഈ നമസ്കാരത്തിന്റെ 3 പേരുകളിൽ അറിയപ്പെടുന്ന ഒരു പേര് മാത്രമാണ് എന്ന്. ഇനി ഈ നമസ്കാരത്തിന് അത് നമസ്കരിച്ചിട്ടുണ്ട് എങ്കിൽ ഹജ്ജും ഉംറയും നിർവഹിച്ച കൂലിയുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടല്ലോ, അത് ശരിയാണോ എന്നതാണ്. ഇമാം തുർമുദി ഉദ്ധരിച്ച ഹദീസിൽ അങ്ങനെയൊരു റിപ്പോർട്ട് നമുക്ക് കാണാവുന്നതാണ്. എന്നാൽ ആ ഹദീസിനെ സംബന്ധിച്ച് ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ള ഇമാം തുർമുദി തന്നെ പറഞ്ഞിട്ടുള്ളത് ഖാല അബൂ ഈസ ഹാദാ ഹദീസുൻ ഹസനുൻ ഗരീബ്, ഈ ഹദീസ് സ്വഹീഹിന്റെ പരിഗണനയിൽ വരുന്നതല്ല, ഹസനിന്റെ പരിഗണനയിലും അതുപോലെ ഗരീബ് എന്ന പരിഗണനയിലുമാണ് വരുന്നത്. പൂർണ്ണമായും അതിന്റെ സനദുകളും കാര്യങ്ങളും കൃത്യമായ രൂപത്തിലുള്ളതല്ല. ഹസൻ എന്ന് മാത്രമായിരുന്നുവെങ്കിൽ സ്വഹീഹ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഗണത്തിൽ വരുമായിരുന്നു. എന്നാൽ അതോടുകൂടി ഗരീബ് എന്ന പരിഗണന വരുമ്പോ ഹദീസിന്റെ ആ റിപ്പോർട്ടർമാരിൽ ആദ്യ തലം തൊട്ടോ ഇടയ്ക്കെവിടെയെങ്കിലോ അല്ലെങ്കിൽ മുഴുവനായോ ഒറ്റപ്പെട്ട ആളുകൾ റാവികളായി കടന്നു വരുന്ന രൂപത്തിലുള്ള ഹദീസിനാണ് ഗരീബ് എന്ന് പറയുക. അതുകൊണ്ട് ഈ ഹദീസ് ഹസനുൻ ഗരീബുൻ ആണ് എന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ആ ഹദീസ് അനസ് റളിയല്ലാഹു അൻഹുവിൽ ഉദ്ധരിക്കുന്നത് അബൂ ലിലാൽ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഈ അബൂ ലിലാൽ എന്ന് പറയുന്ന വ്യക്തിയെ മുഹദ്ദിസുകളായ ആളുകളൊന്നും തന്നെ അംഗീകരിക്കുന്നില്ല. ഇബ്നു മുഅയ്യിൻ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് ഇദ്ദേഹം ഒരു പരിഗണന അർഹിക്കുന്ന ആളല്ല എന്നാണ്. ഇമാം നസായി അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് അദ്ദേഹം അസ്വീകാര്യനാണ് എന്നാണ്. ഇബ്നു ഹിബ്ബാൻ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് അയാൾ അശ്രദ്ധയുള്ള ആളാണ് എന്നാണ്. ഇമാം ബുഖാരി അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് ഇയാളുടെ അടുത്ത് നിഷിദ്ധങ്ങളായ ഹദീസുകൾ ഉണ്ട് എന്നാണ്. ഇമാം മസദി അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് ഇയാൾ ദുർബലനാണ് എന്നാണ്. ഇമാം ഹാക്കിം അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് ഇയാൾ ഹദീസ് പണ്ഡിതന്മാരുടെ അടുത്ത് പ്രബലനല്ല എന്നാണ്. അഥവാ ഒരു ഹദീസ് സ്വീകാര്യമാകാനുള്ള യോഗ്യതകളെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന ആളുകളും സ്ഥലങ്ങളും ഗ്രന്ഥങ്ങളും ഒക്കെ ഈ അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ള അബൂ ലിലാൽ എന്ന് പറയുന്ന വ്യക്തി യോഗ്യനല്ല, ആ ഹദീസ് സ്വീകരിക്കപ്പെടാൻ പറ്റുന്നതല്ല എന്ന രൂപത്തിലാണ് അവരുടെ വിശദീകരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോ ആ ഹദീസിന്റെ അവസ്ഥ അങ്ങനെയാണ്. പിന്നീട് രണ്ടാമതൊന്ന് ഇമാം ത്വബറാനി തന്റെ ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ച ഒരു ഹദീസ് ഉണ്ട്. ആ ഹദീസിലുള്ള ഉസ്മാൻ ഇബ്നു അബ്ദുറഹ്മാൻ അൽ ഖിറാലി എന്ന് പറയുന്ന ആളെ കുറിച്ച് പറയുന്നത് മുതകല്ലിമൻ ഫീഹി ബിസബബി റിവായത്തിഹി അനിൽ ദുഅഫാഇ വൽ മജാലിൻ,
അജ്ഞതായ ആളുകളെ കുറിച്ചും അതുപോലെ ദുർബലമായ ഹദീസുകളുമെല്ലാം കിട്ടിയത് മുഴുവനും റിപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഈ പറഞ്ഞ ഉസ്മാൻ ഇബ്നു അബ്ദുറഹ്മാൻ അൽ ഹിറാനി എന്ന് പറഞ്ഞ ആള് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇമാം തബറാനിയുടെ റിപ്പോർട്ടും അങ്ങനെ തന്നെയാണ്. ഇബ്നു ഹിബ്ബാനിലെ റിപ്പോർട്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാണാം. അതിൽ പറയുന്ന അൽ അഹ്വസ് എന്ന് പറയുന്ന ആൾ ലഈഫുൻ ഖാലഹു അഹ്മദ് ഇബ്നു ഹംബൽ, അഹ്മദ് ഇബ്നു ഹംബൽ പറഞ്ഞത് അദ്ദേഹം ദുർബലനാണ് എന്നാണ്. അപ്പോ ഈ 2-3 ഗ്രന്ഥങ്ങളിൽ ഇമാം തുർമുദി, തബറാനി, ഇബ്നു ഹിബ്ബാൻ ഈ 2-3 ഹദീസുകളിൽ ഈ വിഷയം വന്നിട്ടുണ്ട്. പക്ഷെ വന്നിട്ടുള്ള ഹദീസുകൾ രക്ഷക്കപ്പോ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് അദ്ദേഹത്തിന് ആയിരക്കണക്കിന് ഹദീസുകൾ മനഃപ്പാടമുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം തെളിവിനെടുത്തത് വെറും 1000-ൽ താഴെ ഹദീസുകൾ മാത്രമാണ് എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം. കാരണം ഹദീസിന്റെ കിതാബിലുള്ളത് മുഴുവനും സ്വീകരിക്കാനുള്ളതല്ല, അത് നെല്ലും പതിരും വേർതിരിക്കുമ്പോൾ സ്വീകരിക്കേണ്ടതും അല്ലാത്തവയും ഉണ്ടാകും. ആ ഗണത്തിൽ ഈ പറഞ്ഞ ഹദീസുകൾക്ക് ദുർബലതകളുണ്ട് എന്നതിനാൽ ആ ഹദീസ് പൂർണ്ണമായും ശരിയല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതിനു പുറമെ പ്രവാചകൻ നമസ്കരിച്ചതിന് ശേഷം ചില ദിവസങ്ങളിൽ സൂര്യൻ ശരിയായി ഉദിക്കുന്നത് വരെ അവിടെ ഇരിക്കാറുണ്ടായിരുന്നു എന്ന ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസിൽ കാണാവുന്നതാണ്. കാന ഇദാ സല്ലൽ ഫജ്റ ജലസ ഫീ മുസല്ലാഹു ഹത്താ തത്ലു അശംസു ഹസനൻ, നന്നായി സൂര്യൻ ഉദിക്കുന്നത് വരെ പ്രവാചകൻ ചിലപ്പോൾ പള്ളിയിൽ ഇരിക്കാറുണ്ടായിരുന്നു. എന്നാൽ ആ പറയുന്ന ഹദീസുകളിലൊന്നും പ്രവാചകൻ നന്നായി സൂര്യൻ ഉദിക്കുന്നത് വരെ അവിടെ ഇരിക്കാറുണ്ടായിരുന്നു എന്നിട്ട് 2 റക്അത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നു എന്ന റിപ്പോർട്ട് ഒരൊറ്റ ഹദീസുകളിലും കാണാൻ സാധിക്കുന്നില്ല. സ്വഹീഹായ ഇമാം മുസ്ലിമിന്റെ പ്രവാചകന്റെ ഈ രീതിയെ കുറിച്ച് പറയുന്ന ഹദീസ് ഗ്രന്ഥങ്ങളിലും കാണുന്നില്ല. അതുപോലെ തന്നെ സുബഹ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഈ സ്ത്രീകളുടെ നമസ്കാരം കഴിഞ്ഞ് എന്ത് ചെയ്തു എന്ന് പറയുന്ന ഹദീസിൽ കുന്ന നിസാഉൽ മുഅ്മിനാത്തി യശ്ഹദന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുതലഫിയാത്തിൻ ബിമുറൂതിഹിന്ന എന്ന് പറയുന്ന ഹദീസിൽ ഞങ്ങൾ പ്രവാചകന്റെ കൂടെ സുബഹ് നമസ്കാരത്തിൽ പങ്കെടുത്തതിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന ആ സമയത്തെ കുറിച്ച് പറയുന്നുണ്ട്. ലാ യഅരിഫുന അഹദും മിനൽ ഖലസി, ഈ ഇരുട്ട് മൂടിയ അവസ്ഥയിൽ ഞങ്ങളെ ആരും തിരിച്ചറിഞ്ഞിരുന്നില്ല, അഥവാ ഞങ്ങളങ്ങ് നിസ്കാരം കഴിഞ്ഞ് പോവുകയാണ് ചെയ്തിരുന്നത് എന്നാണ് ആ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. സാധാരണ നമസ്കാരം കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന്, വൈദാ ഖുദിയത്തിസ് സ്വലാ ഫന്തശിറു ഫിൽ അർദ്, നിങ്ങൾ നമസ്കാരം കഴിഞ്ഞാൽ ഭൂമിയിൽ വ്യാപിക്കുക, അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ നിങ്ങൾ തേടുക എന്നതാണ് ഖുർആൻ പറയുന്നത്. അപ്പൊ അവിടെയൊന്നും ഈ പറഞ്ഞ ഒരു രൂപം കാണുന്നില്ല. ഇത്തരത്തിൽ അവിടെ ഇരിക്കുകയും പള്ളിയിൽ ഇരിക്കുകയും എന്നിട്ട് കുറെ സമയം അവിടെ ഇരുന്ന് അതുവരെ വേറൊന്നും ആലോചിക്കാതെ ഇരിക്കുകയും ചെയ്തു എന്ന് പറയുന്ന റിപ്പോർട്ടിന്റെ അവസ്ഥ ഞാൻ പറയുകയുണ്ടായി. അതിങ്ങനെയാണ് അതിന്റെ അവസ്ഥ. ദുഹാ നമസ്കാരം എന്ന നമസ്കാരമുണ്ട്. അത് സൂര്യൻ ഉദിച്ചുയർന്ന് അല്പം ഉയർന്നതിന് ശേഷം ദുഹറിന്റെ തൊട്ട് മുമ്പ് വരെ നമസ്കരിക്കുന്ന നമസ്കാരമാണ്. അല്ലാഹു അഅലം, ഇതാണ് ശരിയെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതിൽ നിന്ന് ഇങ്ങനെയാണ് അതിന്റെ തെളിവുകൾ ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുള്ളത്. അല്ലാഹു അഅലം. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം സത്യമായി ഉൾക്കൊണ്ട് അത് പ്രാവർത്തികമാക്കി ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവേ, പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിന്റെയും വിശാലമായ ഹിജ്റ ചരിത്രം ഉൾക്കൊണ്ടുകൊണ്ട് ത്യാഗപൂർണമായ ഒരു ജീവിതം നയിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് നൽകണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഇസ്ലാമിക വിഷയങ്ങളിൽ കൃത്യമായ പ്രമാണ ബോധ്യങ്ങളോടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അത് പ്രാവർത്തികമാക്കുവാനുമുള്ള മാനസികമായ വിശാലതയും ഈമാനും ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കെല്ലാവർക്കും നീ പുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അല്ലാഹുവേ, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ മഹല്ലിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള സഹോദരി അല്ലാഹുവേ മഗ്ഫിറത്തും മർഹമത്തും നൽകി നീ അനുഗ്രഹിക്കണമേ. അവരുടെ ഖബറിനെ നീ വിശാലമാക്കി കൊടുക്കണമേ. സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽ ആ സഹോദരിയെയും നീ ഉൾപ്പെടുത്തണമേ. അല്ലാഹുവേ, ഞങ്ങളിലുള്ള പലർക്കും പല രൂപത്തിലുള്ള അസുഖങ്ങളും പ്രയാസങ്ങളും എല്ലാം ഉണ്ട്. എല്ലാം പറയുന്ന നാഥ, ഞങ്ങൾക്ക് നീ ശമനം നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. വിഷമതകൾ നീക്കി നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ തൊഴിലുകളിൽ ഞങ്ങൾ ഏർപ്പെടുന്ന നല്ല കാര്യങ്ങളിൽ എല്ലാം നീ ബർക്കത്തും റഹ്മത്തും ചൊരിഞ്ഞ് അനുഗ്രഹിക്കണമേ റഹ്മാനെ. സന്തോഷകരമായ ഒരു കുടുംബ ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്ന്, ഞങ്ങളുടെ ഭർത്താക്കന്മാരിൽ നിന്ന്, ഞങ്ങളുടെ കുട്ടികളിൽ നിന്ന് പരസ്പരം സന്തോഷം ലഭിക്കുന്ന, കൺകുളിർമ ലഭിക്കുന്ന, ആനന്ദം ലഭിക്കുന്ന രൂപത്തിലുള്ള ദുനിയാവിലൊരു ജീവിതം ജീവിക്കുവാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും
നീ നൽകണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.